നമ്മൾ ഈ നാട് 3 കാണാൻ പോയതായിരുന്നു കേട്ടോ. നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. അത് മാത്രമല്ല കുറേ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് ചെടിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് അറിയാവുന്ന ആൾക്കാരെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ആണെങ്കിൽ അറിയാൻ ആൾക്കാർ. അങ്ങനെ പടം കണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നേരെ നമ്മൾ ചായക്കടയിൽ പോകാനായിരുന്നു പ്ലാൻ. ഇത് കണ്ട, ഇത് ഞങ്ങളുടെ അവിടുത്തെ അമ്പലമാണ് കേട്ടോ. നല്ല ഭംഗിയെ കാണാനായിട്ട്. ഇതുവരെ പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. പുറത്തുനിന്ന് കാണാനൊക്കെ സെറ്റാണ്, നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് ചായക്കടയിൽ പോകണമെന്നായിരുന്നു. അപ്പോൾ ചായക്കട ഞങ്ങൾ പോയപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാണിക്കുന്നത് പെട്രോൾ ഇല്ലാന്ന് കേട്ടോ. ഈല കിടക്കണ്ടായിരുന്നേ. പെട്രോൾ പമ്പ് എത്തുമ്പോഴേക്കും നമ്മൾ ഇരുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ചേർന്ന് പോകണമായിരുന്നു പെട്രോൾ പമ്പിലേക്ക്. അപ്പോഴേക്ക് ഇരുട്ടായി. പിന്നെ ഞാൻ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. അപ്പോൾ നമ്മളങ്ങനെ ആട് 3 സക്സസ്ഫുള്ളി കണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടൈപ്പ് ഓഫ് ഫിലിം അല്ല. എൻ്റെ ഒരു ടേസ്റ്റ് അല്ല ഈ പടം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് പടങ്ങളൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. ഭയങ്കര ഹൈപ്പായി പോയ പോലെ തോന്നി. അതായത് ഭയങ്കര ഹൈപ്പിൽ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അത്ര ഉള്ളു, കുഴപ്പമില്ല. അപ്പോൾ അത്ര ഉള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞ് സീരീസ് കണ്ടിന്യൂ ചെയ്യാനുള്ള സ്റ്റോറി മേക്കിങ്ങിലാണ് ഞാൻ. അപ്പോൾ അത് ചെയ്യണം. നിങ്ങൾക്കൊക്കെ എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടി എന്നെ പറഞ്ഞോളൂ അത്. പിന്നെ ആ ടൈപ്പ് ഓഫ് ആക്ച്വലി എനിക്ക് ലവ് സ്റ്റോറിയുടെ ടൈപ്പ് ഓഫ് കണ്ടൻസിനേലും ഇഷ്ടം കോമഡി ടൈപ്പാണ്. ബട്ട് നിങ്ങൾക്കത് ലവ് സ്റ്റോറി ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ടൈപ്പ് ഓഫ് കണ്ടൻസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻറ്റ് മാറ്റണമെന്നോ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ ഇട്ടോളൂ. ഞാൻ ഓൾവേസ് റെഡിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിന് വേണ്ടി കണ്ടൻറ്റ് മാറ്റാനും ഒക്കെ ഞാൻ റെഡിയാണ്. സോ നിങ്ങൾ ഇട്ടാൽ മതി, കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് അതിനനുസരിച്ച് എന്താണെന്ന് ചെയ്യാം. നമുക്ക് ഇടുന്ന വീഡിയോസിലോ എന്തെങ്കിലും പ്രശ്നങ്ങളിലും കമൻ്റായിട്ട് പറയണം. അപ്പോൾ പിന്നെ നമ്മുടെ Q&Aയുടെ കാര്യം, Q&A നമ്മൾ പെട്ടെന്ന് തന്നെ ഇടണമായിരിക്കട്ടെ. ഞാൻ ഓൾറെഡി അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വരും Q&A. ഓക്കെ, Q&A അല്ല Q&A, മൈ മിസ്റ്റേക്ക്. അപ്പോൾ ശരി, ബൈ.